വിഷയം പറഞ്ഞു, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് മൂല്യപൂർണമായ സമൂഹം, ഗ്രാമസങ്കല്പവും ഇതിന്റെ കാഴ്ചപ്പാട്. ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമൂഹത്തിന് മൂല്യബോധം ഉണ്ടാവും. ഇന്ന് ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു രാഷ്ട്രം ഭാരതം. അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയാവുന്നത് നമ്മുടെ ധർമ്മസങ്കല്പമാണ്. മൂല്യങ്ങളിൽ ലോകത്തിന് ഭാരതം കൊടുത്തിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ധർമ്മസങ്കല്പം. നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ആചാര്യന്മാര് ഉപദേശിക്കാറുണ്ട്, സത്യം വധ ധർമ്മം ചരായ. പറയുന്നത് സത്യമാവുക, സത്യം പറയും, ധർമ്മം ആചരിക്കാനുള്ളതാണ്, ധർമ്മം പറയാനുള്ളതാണ്. അപ്പൊ എന്താണ് ധർമ്മം എന്ന് ചോദിച്ചാൽ, ഞാൻ ശരിക്കും ക്ലാസ് പോലെ നടത്താനായി ഉദ്ദേശിച്ചു. ഇപ്പോഴായാലും ആ ഒരു അന്തരീക്ഷമല്ല നമുക്കിവിടെ കിട്ടുന്നത്. ഓർഡിനേഴ്സ് മൈക്കുമായിട്ട് നടന്ന് കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യാൻ ശരിക്കും ഈ വിഷയം. എന്താണ് ധർമ്മം എന്ന് വ്യക്തമായിട്ട് നമ്മുടെ വേദങ്ങളില്, പുരുഷസൂക്താദി ഭാഗങ്ങളിൽ, മഹാഭാരതത്തിൽ പോലും, ഭാഗവതത്തിലാണെങ്കിലും അടിവരയിട്ട് പറയുന്നുണ്ട് അവതാരങ്ങളൊക്കെ തന്നെ. രാമനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ധർമ്മം പറയുന്നു. ധർമ്മം ധാരയത്തി ധർമ്മ ഒരു പ്രദേശനാണ് വൈദിക കാലത്ത്. യാതൊന്നാണോ ഈ പ്രപഞ്ചത്തിന്റെ നന്മകളെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്, അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. ഈ പ്രകൃതി നിലനിൽക്കാൻ വേണ്ടുന്നതായ പോസിറ്റീവ് തിങ്കിങ് ആണ്. പ്രകൃതിയുടെ നേച്ചറിന്റെ ഒരു ധനാത്മകമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത്, അതാണ് ധർമ്മം. അതിനെയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. ഈ ഇടയ്ക്ക് വിവാദമാവാൻ തരത്തിൽ ഒരു പ്രസ്താവന വന്നിരുന്നു, സനാതന ധർമ്മത്തെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക. സനാതന ധർമ്മം നശിച്ചാൽ ലോകം നശിക്കുക. കാരണം സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് പല രാഷ്ട്രീയക്കാരും മതത്തിന്റെ ആളുകളും ബുദ്ധിജീവികളെന്ന് പറയപ്പെടുന്നവരും ചാനൽ പ്രവർത്തകർ അവരാരെങ്കിലും ഇതിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവരൊന്നും തന്നെ സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവർ വായിൽ തോന്നിയത് വിളിച്ചു പറയും. അതൊക്കെ നമ്മുടെ കയ്യിൽ വരും. നമുക്ക് മൊബൈലുണ്ടല്ലോ കയ്യിൽ. മൊബൈലിൽ നോക്കിയിട്ടാണ് നമ്മളിന്ന് വേദം പഠിക്കുന്നത്, ഉപനിഷത്തുകൾ പഠിക്കുന്നത്, ധർമ്മം മനസ്സിലാക്കുന്നത്. സ്വാമിജി ഞാനും അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചു. ഞാൻ 10:30 തുടങ്ങുന്ന സെഷനാണ്, ഇപ്പോൾ 11:30 കഴിഞ്ഞു, ഒരു മണിക്കൂറിലേക്കാണ്. ആ സമയത്ത് നമുക്കൊരു സൗകര്യം ഉണ്ടായി, സ്വാമിജിയുടെ അടുത്തിരുന്ന് കുറച്ചു നേരം പത്താം മതി. ഈ മൊബൈലില് പല ജ്യോതിഷ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന, അണ്ടർലൈൻ ചെയ്യണേ ഞാൻ പറയുന്ന വാക്ക്, ജ്യോതിഷ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ, ജ്യോതിഷ പണ്ഡിതന്മാരെന്ന് പ്രഭാഷകന്മാരെന്ന് പറയപ്പെടുന്ന ആളുകൾ, ആധ്യാത്മിക ആചാര്യ സ്വയം ഇങ്ങനെ അങ്ങ് കെട്ടിവെക്കും. ആചാര്യ എന്ന് പറഞ്ഞു, ആചാര്യ, യോഗാചാര്യ, അങ്ങനെ കുറെ ആചാര്യന്മാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. കാവ്യ എടുത്ത് നടക്കുന്നവരുണ്ട്, സ്ഥാപിച്ചവരുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിൽ വരുന്ന ആളുകൾക്ക് മൂല്യബോധം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ മൂല്യ സങ്കല്പങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. മൂല്യസങ്കല്പങ്ങൾ മനസ്സിലാവണമെങ്കിൽ മതപാഠശാലകൾ ഉണ്ടാവും. എത്ര ക്ഷേത്രങ്ങളിൽ മതപാഠശാലകൾ ഉണ്ടാവും? എന്താ നമ്മുടെ മൂല്യസങ്കല്പം? അതാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ. ലോകത്തിന്റെ ജീവിതത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഈശ്വരീയ പൂർണ്ണത ഉള്ള ഒരേ ഒരു ജീവിയും മനുഷ്യൻ. ഈശ്വരീയ പൂർണ്ണതയുള്ള ജീവി. ആ ഈശ്വരീയ പൂർണ്ണതയുടെ ബാഹ്യമായ തലം എന്ന് പറയുന്നത് അന്നമയ കോശവുമായി ബന്ധപ്പെട്ടിട്ട്, പ്രാണമയ കോശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കഴിവുകളും മനുഷ്യനിൽ, അവരുടെ കൈകാലുകൾ പ്രവർത്തിക്കുന്നത്, അവരുടെ അവയവങ്ങൾ കൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രാണശക്തിയായാലും പ്രകൃതി ലിമിറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പോലും അതിനപ്പുറത്തായിട്ട് അവന്റെ പ്രാണൻ, പഞ്ചപ്രാണങ്ങളും പഞ്ച ഉപപ്രാണങ്ങളും മറ്റു ജീവികൾ കൂടുതലിനേക്കാൾ കരുത്തായിട്ട് ഉള്ളൊരു ജീവിയാണ് മനുഷ്യൻ.
മനസ്സിന്റെയും ബുദ്ധിയുടെയും തലം മറ്റൊരു ജീവജാലത്തിനും ഇല്ലാത്തതാണ്. അതാണ് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും തുടങ്ങിയിട്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരൻ നിറഞ്ഞിരിക്കുമ്പോൾ മനുഷ്യനാണ് ഈശ്വരീയ പൂർണ്ണതയുള്ള ജീവി. അവന്റെ ജീവിതത്തിൽ അവൻ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഓരോ കാര്യങ്ങളും ധർമ്മത്തിനനുസൃതമായിരിക്കണം. വിലായസ്യ ധർമ്മസ്യ സംരക്ഷണം. ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ പാടുള്ളൂ. ഇന്ന് പ്രകൃതിക്കനുസൃതമായിട്ടും ജീവിക്കുന്നില്ല, വികൃതിയിലേക്കും പ്രകൃതി വിരുദ്ധതയിലേക്കും പോയിക്കൊണ്ട് ജീവിക്കുകയും ചെയ്യാൻ മനുഷ്യൻ ചെയ്യുന്നത്. പ്രകൃതിക്കനുസൃതമായിട്ട് ജീവിക്കുന്ന ജീവികളാണ് മറ്റു പലതും. പക്ഷികളും മൃഗങ്ങളും ഒക്കെ പ്രകൃതി എന്താണ് അതിനനുസരിച്ചാണ് ജീവിക്കുക. അവർ കഴിക്കേണ്ടുന്ന ഭക്ഷണം കഴിക്കുന്നു, മറ്റു ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല, വെള്ളങ്ങൾ കുടിക്കുന്നില്ല. ഇനി വിവേചന ബോധമില്ലാത്തത് കൊണ്ട് അവർക്ക് വസ്ത്രവും വേണ്ട, നമ്മളെ പോലെയുള്ള വീടും വേണ്ട, ഫാനും വേണ്ട, ഒന്നും വേണ്ട. അവർ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. പ്രകൃതിയിലുള്ള മരത്തിന്റെയോ അല്ല ഗുഹയുടെയോ ഒക്കെ സഹായം കൊണ്ട് ജീവിച്ചു. അത് പ്രകൃതിക്കനുസരിച്ച്. വികൃതിയാവുന്ന സമയത്ത് ഇതിനെ വേണ്ട തലത്തിലേക്ക് ആക്കിയിട്ട് മാറ്റില്ല. മനുഷ്യരിൽ ഒരു തലം അതാണ്, പ്രകൃതി മാറി വികൃതിയായിട്ട് ചെയ്യും. ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നോക്കിയാൽ പ്രകൃതിയുമല്ല വികൃതിയുമല്ല, പ്രകൃതി വിരുദ്ധമാണ്. പ്രകൃതി വിരുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ എത്ര മണിക്ക് നമ്മൾ എഴുന്നേൽക്കും? ഒരു മനുഷ്യൻ എത്ര മണിക്ക് എഴുന്നേൽക്കണം? ഒരു മനുഷ്യൻ എന്തെല്ലാം ശുചിത്വം വേണം? ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു മനുഷ്യന് ഭക്ഷണമാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങേണ്ടത്, മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, എത്രത്തോളം മനോഹരമായിട്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടുക്കി ചിട്ടയുണ്ടാക്കാം. ഇന്ന് സ്വയം മരിക്കുക, മറ്റുള്ളവരെ കൊല്ലുക, പിടിച്ചു പറിക്കുക, പരമാവധി കള്ളക്കടത്ത് നടത്തുക, ഇതൊക്കെ അധാർമികമാണ്. ഇത് ശരിയാണോ എന്നറിയാൻ ഒറ്റ വഴിയേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. പോസ്റ്റ്മോർട്ടം ക്രിമിനോളജി പറയുന്നത് മരണത്തിൻ്റെ തൊട്ടടുത്തുള്ള സന്ദർഭത്തിലാണ് നമ്മൾ കളവ് തീരെ പറയാതിരിക്കുക. അതാണ് മരണമൊഴി സത്യമാണെന്ന് പറയുന്നത്. മരണമൊഴി സത്യമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് സ്വയമേവ തിരിച്ചറിയുന്നത് മരണത്തിൻ്റെ തൊട്ടടുത്ത സമയത്താണ്. അതൊരു സംശയവും വേണ്ടാത്ത കാര്യമാണ്. നമുക്കെല്ലാം നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നുന്ന ഒരു സമയം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. പുനർജന്മം ഉറപ്പിച്ച് വിചാരിച്ചു, പുനർജന്മം ഉറപ്പാണ്. ഭാരതത്തിലെ മൂല്യസങ്കല്പങ്ങളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർക്കും, അത് വനവാസി സഹോദരങ്ങളാവട്ടെ, ഇടുക്കിയിലോ വയനാട്ടിലോ പോയിട്ട് ഫാമിലി കോർട്ടുകളിലെ റിപ്പോർട്ട് എടുത്തു. വയനാട്ടിലെ വനവാസി സഹോദരങ്ങളിൽ 1% പോലും അവരുടെ കുടുംബത്തിൽ ഡിവോഴ്സ് ചെയ്യുന്നില്ല. നല്ല വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്കാണ് ഈ കുടുംബം തല്ലിപ്പിരിഞ്ഞു പോകുന്ന അവസ്ഥ. അപ്പോൾ മൂല്യം ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നതാണോ? എവിടെയാണ് മൂല്യം ഉണ്ടായിരുന്നത്? വീടുകളിലാണ് തുടങ്ങുന്നത്. ഭാരതത്തിൻ്റെ ഷോഡശ സംസ്കാരം, 16 സംസ്കാരങ്ങൾ, വിവാഹ ശേഷം ഒരു ഘട്ടം പറഞ്ഞാൽ ഒരു കുടുംബം തുടങ്ങുന്നത് വിവാഹത്തോടു കൂടിയാണ്. ആ വിവാഹശേഷം ഗർഭാധാനം എന്ന് പറയുന്നതിനെ സംസ്കാരമായിട്ടാണ്. വെറുതെ ഒരു പ്രജ ജനിക്കുകയല്ല, ഗർഭാധാന സംസ്കാരമാണ്. ഗർഭം ചെലുത്തുകയാണ്, നമ്മളല്ല. പ്രകൃതിയാണോ? പ്രകൃതി അറിഞ്ഞുകൊണ്ട് ഒരു ആത്മൻ ഏത് ഗർഭാശയം സ്വീകരിക്കണം, ഏത് യോനിയിൽ പിറക്കണം എന്ന് തീരുമാനിക്കുന്നത് പൂർവജന്മ ഫലമായിട്ട്, കർമ്മഫലമായിട്ട് ആത്മനാണ്. നമ്മളൊക്കെ തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ടാണ് നമ്മുടെ അമ്മയെ തിരഞ്ഞെടുത്തത്, നമ്മുടെ അച്ഛനെ തിരഞ്ഞെടുത്തത്. അച്ഛനും അമ്മയും ഒന്നും വിചാരിച്ചാൽ
നമ്മളാരും ജനിക്കും, നമ്മളാരും വിചാരിച്ചാൽ മരിക്കുക, അതിൻ്റെ കഥ അവിടെ ഉണ്ട്. ഇന്ന് ആ വിവാഹത്തിന്റെ സംസ്കാരം പോലും തകർത്ത് കളഞ്ഞിരിക്കുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലൊക്കെ വിവാഹം ഏത് രീതിയിലൊക്കെ നടക്കുന്നു, ഓൺലൈൻ വിവാഹങ്ങൾ നടക്കുന്നു, പിന്നെ ലിവിങ് ടുഗദർ എന്ന പേരിൽ നടക്കുന്നു. ഇതൊക്കെ പാശ്ചാത്യമായിട്ട് കൊണ്ടുവന്നതിനാണ്. ഈ സംസ്കാരം, ഈ മൂല്യങ്ങൾ തകർത്താൽ മാത്രമേ ഈ രാഷ്ട്രത്തിനെ അടിമരാഷ്ട്രമാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ഭൗതികവാദിയായിരുന്ന വലിയ ഒരു ചിന്തകനായിരുന്ന കാർൽ മാർക്സിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, ഭാരതത്തിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമര ചരിത്രം. ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. അതിനകത്ത് ഒരിടത്ത് അയാൾ പറയുന്നത്, ഇന്ന് ബ്രിട്ടീഷുകാരുടെ മുഖം വെച്ച് കെട്ടി ജീവിക്കുന്ന ഭാരതീയരിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജാട്ട് വർഗങ്ങളിൽ പെടുന്ന ആളുകളിൽ പോലുമുള്ള ഒരു മൂല്യമുണ്ട്. ആ മൂല്യം ഉള്ളിടത്തോളം കാലം ഭാരതീയരെ അടിമകളാക്കി വയ്ക്കാൻ പറ്റില്ല. അതിൻ്റെ തുടർച്ച വായിച്ചു നോക്കാം. അതുകൊണ്ട് ഈ മൂല്യത്തെ തകർക്കണം, എന്നാലേ ഭാരതത്തെ കീഴടക്കാൻ പറ്റും. അപ്പോൾ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ വേണ്ടിയിട്ട് ഭൗതികവാദികൾ കടന്നു കൂടുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? അവിടെ മൂല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടി. സംരക്ഷണ സമിതിയുടെ, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കും. എന്തിനാണ് മെമ്പർഷിപ്പ് പ്രവർത്തനം നടക്കുന്നത്, എന്തിനാണ് ക്ഷേത്രശക്തിയുടെ പ്രചാരണം നടക്കുന്നത്, എന്തിനാണ് സത്സംഗങ്ങൾ നടക്കുന്നത്, സാമൂഹ്യാരാധന നടക്കുന്നത്, മതപാഠശാലകൾ നടക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരത്തെ ഒരു അനമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മതപാഠശാലയ്ക്ക് സ്ഥലമില്ല. മതപാഠശാലയൊന്നും നടക്കാത്തത് കൊണ്ട് എന്നാണ് പറഞ്ഞത്, ആ ബോർഡ് അങ്ങ് എടുത്തു മാറ്റി ഭോജനശാല വെച്ചു. അവിടെ കഴിഞ്ഞ 2 മാസം മുൻപ് വരെ, 2-3 മാസം മുൻപ് വരെ ബീഫ് കൊടുത്തു. അവിടെയുള്ള ദേവസ്വം ബോർഡിൽ കൂടാതെ തിരുവനന്തപുരം സെൻട്രലാണ്. സർക്കാർ ഭരിക്കുന്ന പല സ്ഥലത്തും നടക്കുന്നത്. ഇന്നലെ ഇപ്പോൾ കോഴിക്കോട് ഇതിപ്പോൾ മുക്കം താലൂക്കിൻ്റെ ഇതേ സമ്മേളനം നടക്കുക. ഇത് കഴിഞ്ഞിട്ടുമാണ് എനിക്ക് അവിടെ കണ്ടിട്ട് മുൻപ് നിങ്ങൾ പേടിക്കേണ്ട. അതേസമയം നമ്മൾ ചർച്ച നേരിടും. അവിടുന്ന് ചില ചർച്ചകൾ നടന്നപ്പോൾ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന വലിയൊരു ക്ഷേത്ര പരിപാടിയുടെ ഘോഷയാത്ര ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ല. വാട്സപ്പിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഓഫീസിന്റെ അടിയിൽ കുപ്പികളും മിക്സർ പാക്കറ്റുകളും ക്ഷേത്രോത്സവം നടന്നുകൊണ്ടിരിക്കും. ശിവരാത്രി നടക്കും. വലിയ കുപ്പികൾ കൊണ്ടുവച്ചു. ഒരാൾ ചോദിച്ചതിനാണ്, നമ്മുടെ ഇവിടുത്തെ വളണ്ടിയേഴ്സിനാണ്. അല്ല, അത് ആരെ കൊണ്ടുവച്ചു? നല്ല ജീവിതം. ഇതാണിപ്പോൾ ക്ഷേത്രങ്ങളിലുള്ളത്. എക്സിക്യൂട്ടീവുകൾ ഇരുന്നിട്ട്, ഞാൻ പറയുമ്പം വിഷമം തോന്നരുതെന്ന് ആശുപത്രിയാണ് പറഞ്ഞു വന്നത്. മൂല്യം ആണല്ലോ നമ്മുടെ വിഷയം. എക്സിക്യൂട്ടീവ് ഇരുന്നിട്ട് തീരുമാനിക്കുന്നത് ലൈറ്റും സൗണ്ട് നിയോഗിക്കും, ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ നോക്കാം, ഇങ്ങനെ 5-6 ആളുകൾക്ക് ജീവിക്കും. ഒരു കൊല്ലത്തേക്ക് അവർക്ക് ജീവിക്കാനുള്ള കമ്മീഷൻ അതിലൂടെ ക്ഷേത്രം നടത്തിപ്പാൻ ആവാൻ വേണ്ടി പ്രസിഡന്റ് ആവാൻ, സെക്രട്ടറി ആവാനുള്ള ആഗ്രഹം എത്ര പേര് ഞാൻ തന്നെ ഉണ്ടോന്ന് എനിക്കാണ് ഇല്ല തന്നെയാണ്. മാറില്ല. ക്ഷേത്രം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നില്ല. അവർക്കറിയാം അവർ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. ക്ഷേത്ര സ്വത്ത് ഇപ്പോൾ കൈക്കൽ വെച്ച് നിൽക്കുന്ന ആളുകൾ ഇത് വരും കാലങ്ങളിൽ വർദ്ധിക്കുകയും സനാതന ധർമ്മ വിരുദ്ധരായ വിരോധികളായ, അല്ലെങ്കിൽ ഭാരതീയ ദേശീയബോധത്തിനോ അല്ലെങ്കിൽ പൈതൃകത്തിനോ നമ്മുടെ സംസ്കാരത്തിനോ ദേശീയതയ്ക്കോ വിരുദ്ധരായ ആളുകളിലേക്ക് മുഴുവൻ ക്ഷേത്രങ്ങളും മാറും എന്ന് തിരിച്ചറിവുണ്ടായ മഹാന്മാരാണ് നമ്മൾ വെച്ച് മാല പിടിക്കുന്നത്.
അവർക്ക് മനസ്സിലായി ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടില്ല എന്ന്. ചില ആളുകൾ ചോദിക്കും, ക്ഷേത്ര സംരക്ഷണ സമിതി കൊണ്ട് ക്ഷേത്രത്തിന് എന്താ? ഒരാളുകൾ ചോദിക്കാം, ക്ഷേത്രത്തിനുള്ള ഗുണം അങ്ങനെ ഒരു കോഓപ്പറേറ്റീവ് ആക്ട് അനുസരിച്ചുള്ള കൃത്യമായ ഒരു സംഘടനാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ആ ജനത, ക്ഷേത്രവിശ്വാസികളായ ജനത എന്തൊരു മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രത്തെ ഉയർത്തിക്കൊണ്ടുവന്നത്, അത് നല്ല വരുമാനം ഉണ്ടാകുന്ന സമയത്ത് ഭരിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് പോവും, ഇല്ലെങ്കിൽ ഇതര സംസ്കാരമുള്ള ആളുകളിലേക്ക് പോകും. മലപ്പുറത്ത് ഞാനത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. കുട്ടികൾ ക്ഷേത്രത്തിനടുത്തൂടെ ഞാൻ ധർമ്മം പഠിക്കുന്നത് അതിനേക്കാളും നന്നായിട്ട്. അപ്പൊ എവിടെയാണോ ശക്തിയില്ലാത്തത്, ധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ധർമ്മപുത്രൻ ഉൾപ്പെടെയുള്ള മൂല്യബോധത്തിൽ ധർമ്മമാണല്ലോ ഞാൻ, ധർമ്മപുത്രൻ ഉൾപ്പെടെയുള്ള പാണ്ഡവന്മാര് ചൂതുകളിയിൽ തോറ്റു വനവാസത്തിലിരിക്കുന്ന സമയത്ത് അവിടെ എന്നും 16 മാർക്കണ്ഡേയൻ, 16 വയസ്സായിരിക്കും എപ്പോഴും, ചിരഞ്ജീവിയൊന്നും. മാർക്കണ്ഡേയ മുനിയുണ്ട്, പല ആളുകൾ അവിടെ പോകുന്നുണ്ട്. മാർക്കണ്ഡേയ മുനി അവിടുന്ന് അവരോട് ചർച്ച ചെയ്യുമ്പോൾ പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, നേശേ ബലസ്യേതി ശരീര ധർമ്മം എന്ന് ആവർത്തിച്ച് പറയുന്ന സന്ദർഭം. നേശേ ബലസ്യേതി ശരീര അധർമ്മം. ഇതിന് 2-3 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ബലമില്ല എങ്കിൽ, നിങ്ങൾ ശക്തി ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ സംഘടിതരല്ല എങ്കിൽ, സ്വയം ബോധ്യപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ധാർമ്മികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. അധർമ്മി വന്നാൽ അവനെ ഒതുക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മം ഒരു മുകളിൽ പറ്റില്ല. പണ്ഡന്മാരോട് പറയുന്നു. ഇനി അധർമ്മിയായ ഒരാൾ എല്ലാം കീഴടക്കി നശിപ്പിക്കുമ്പോഴും ധർമ്മബോധമുള്ളവർ പോലും പറയും ഇതാണ് ധർമ്മം. ഏത്? അങ്ങനെയാണല്ലോ ലോക പോലീസായിട്ട് അമേരിക്ക പോകുന്നത് ഒരു കാലത്ത്. ഇപ്പം അത് മാറിയല്ലോ. അമേരിക്ക പറയുന്നതായിരുന്നു വലുത്. നമുക്കൊരു 10-15 വർഷം മുമ്പ് വരെ അമേരിക്ക പറയുന്നതാണ് വലുത്. അമേരിക്ക അങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞാൽ നമ്മൾ പോകില്ല, ഇങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞാൽ നമ്മൾ പോകില്ല. എന്ത് ചെയ്യണമെന്ന് ലോകത്തിലുള്ള രാഷ്ട്രങ്ങളോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ ആഭ്യന്തര കാര്യമാണ്, ഞങ്ങൾ ചിന്തിച്ചോളും, നിങ്ങൾ ഉണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നത്. അത് ധർമ്മം അറിയുന്നതുകൊണ്ട് മാത്രമല്ല, പറയാനുള്ള ധൈര്യവും ശക്തിയും ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഈശേ ബലസ്യേതി, ബലമില്ലാത്തവനാച്ചാൽ അവിടെ ഇരുന്നോളൂ, ശരി, നിങ്ങൾ പറയുന്നത് ശരി. ആ ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സംഘടന. സംഘടിത ശക്തിയില്ലെങ്കിൽ സംഘേശക്തി അലോകിയെന്ന് പറയുന്നത്. സംഘടിത ശക്തിയില്ലെങ്കിൽ കലിയുഗത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് അനുഭവിച്ചവരാണ് ഭാരതത്തിലുള്ള ജനത, ഭാരതീയർ. അതുകൊണ്ട് ഈ മൂല്യസങ്കല്പങ്ങൾ ക്ഷേത്രങ്ങളിലൂടെ വരണമെങ്കിൽ ആ ധർമ്മത്തെക്കുറിച്ച്, എന്താണ് ധർമ്മം, ഈ പ്രപഞ്ചത്തിന്റെ നന്മകളെ നിലനിർത്താനുള്ള നമ്മുടെ ഗുണങ്ങളാണ് ധർമ്മം. അതൊരിക്കലും വ്യക്തിപരമായ സുഖങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. പറഞ്ഞു വരുന്ന സമയത്ത് പറയും, മനഃശാസ്ത്രപരമായിട്ട് പറയാറുണ്ട്, പ്രിയമെന്നും ഹിതമെന്നും. നമുക്ക് പ്രിയകരമായതൊന്നും ധർമ്മമാണെന്ന് ഒരു നിർബന്ധമില്ല. ഒരു തരത്തിൽ പ്രിയമായതൊന്നും ധർമ്മമേ ആവാറില്ല. ഇവിടെ കേരളീയരോട് ചോദിക്കുക, നിങ്ങൾക്ക് കുടിക്കാൻ പ്രിയമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? നല്ല ചൂടുവെള്ളം കരിങ്ങാലിവെള്ളം ഉണ്ടോ എന്ന് പറയുമോ? ചോദിക്കുക. നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഓണത്തിന് കുടിച്ച 670 കോടി രൂപയുടെ വെള്ളം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കണം. അത് പ്രിയമാണ്. മക്കളെ നിങ്ങൾക്ക് കഴിക്കാൻ എന്താണ് ഇഷ്ടമുള്ളത് എന്ന് ചോദിച്ചാൽ പറയും ചിക്കൻ ബിരിയാണി. അതിന്റെ മക്കളെ കുറച്ച് കഴിക്കും. അല്ലെ മന്തിയാണ്. കഴിക്കണമെന്നില്ല ഞാൻ പറയുന്നത്, ഷവർമയാണ്. അത് അയാളുടെ മാത്രം പ്രിയമാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കും. ഇന്നലെ ഞാൻ വൈകുന്നേരം രാത്രിയിൽ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ബൈക്കിങ്ങനെ പോവാ വീട്ടിലേക്ക്. ഇപ്പോൾ ഒരാൾ കൈ കാണിച്ചാളുടെ കയ്യിൽ ഒരു സിഗരറ്റ് ഉണ്ട്. ആര് കൈ കാണിച്ചാലും ഞാൻ നിർത്താറുണ്ട്. അപ്പൊ അയാൾ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് എൻ്റെ വണ്ടിയിൽ കയറുന്നതെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇരുന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിലോ, ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിലോ, ഇന്ന് നമ്മുടെ നിയമപരമായിട്ട് എന്തെങ്കിലും സ്ഥലങ്ങളിൽ പോയി പാടില്ല. എന്താണ്? അയാളുടെ പ്രിയമാണത്, പക്ഷെ മറ്റുള്ളവർക്ക് ഹിതമാവുന്നത്, മറ്റുള്ളവർക്ക് പ്രിയമല്ല.
അപ്പം അവനവനും മറ്റുള്ളവർക്കും പ്രിയമാവുന്നതിനെയാണ് ഹിതം എന്ന് പറയുക. ആ ഹിതത്തിലേക്ക് സമൂഹം പോകുമ്പോൾ ധർമ്മം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ സ്വസ്ഥതയും സമാധാനം കിട്ടുന്ന ഭക്ഷണമാണോ? നമ്മൾ എന്ത് വസ്ത്രം ധരിച്ചാലും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ സന്തോഷം തോന്നുന്ന വസ്ത്രമാണോ? നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കും വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള വർത്തമാനങ്ങളാണോ? അത് ധർമ്മം, അത് പ്രിയമാണ്. അതേ സമയത്ത് ഹിതത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് നാരായണഗുരുദേവൻ പറയുന്നത്, അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ സുഖം മാത്രം നോക്കരുത്, അവിടെയാണ് മൂല്യം. ഇതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവൻ സുഖകരമാവണം, സമൂഹത്തിൽ സന്തോഷം ഉണ്ടാവണം, സമൂഹത്തിൽ സ്വാസ്ഥ്യം ഉണ്ടാവണം. മദ്യപാനം സ്വാസ്ഥ്യമാണോ? അവന്റെ ശരീരത്തിനും അവന്റെ മനസ്സിനും അവന്റെ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും പോലും സ്വാസ്ഥ്യമല്ല. അപ്പോൾ ക്ഷേത്രങ്ങൾ എന്താവണം? മദ്യവിമുക്തമാവണം. ഒരു സംശയവും വേണ്ട. ഇങ്ങനെയാണ് കേരളം പോകുന്നത് എങ്കിൽ നമ്മൾ എന്ത് സമിതിയുടെ ചുമതല വഹിച്ചിട്ടും ഏത് ക്ഷേത്രം ധരിച്ചിട്ടും കാര്യമില്ല. ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ക്ഷേത്രങ്ങളിൽ വിവരിച്ച് പൊത്തറച്ചി കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. പൊത്തറച്ചി തിന്നാൽ എന്താണെന്നാ ചോദിക്കുന്നത്. ഏത് ഭക്ഷണം കഴിച്ചാലാണ്, പോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസിനോട് ചോദിച്ചാലാണ്, ഏത് ഭക്ഷണം കഴിച്ചാലാണ് മനുഷ്യന് ശാരീരികമായ സ്വാസ്ഥ്യം ഉണ്ടാവുക? ഈവൻ നമ്മൾ ദിവസം കഴിക്കുന്ന, കേരളയിൽ കഴിക്കുന്ന ചോറ് 3 നേരം തിന്നോളും അസുഖം ഉണ്ടാവും. ഒരു നേരമേ ചോറ് കഴിക്കാവൂ. ലളിതമായ ജീവിതം ആരെങ്കിലും സംബന്ധിക്കും, പ്രത്യേകിച്ച് പ്രൗഢിയോട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പ്രത്യേകിച്ച് 40 വയസ്സിന് ശേഷം ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവർക്ക് വളരെ സ്വസ്ഥമായ ആരോഗ്യം നിലനിൽക്കും. ഇന്ന് ഷുഗർ ആവട്ടെ, പ്രഷർ ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം, നമ്മുടെ വിശ്രമം, നമ്മുടെ കുളി, നമ്മുടെ ജീവിത രീതികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ ലൈഫ് സ്റ്റൈലുകളെ മനോഹരമായിട്ട് കണ്ടെത്തിയിട്ട് ഇന്നതേ വേണ്ടൂ എന്ന് പറഞ്ഞ സംസ്കാരമാണ് ക്ഷേത്രത്തിന്റെ സംസ്കാരം. അത് വീട്ടിൽ നടപ്പാവണം. അതാണ് എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു ചോദിച്ചു. ഏറ്റവും നല്ല സുഖം എന്ന് പറയുന്നത് എത്ര മണിക്ക് എഴുന്നേൽക്കുന്നതാണെന്ന് ഞാൻ പറയുന്നത്. ഏറ്റവും നല്ല സുഖം സൂര്യൻ നിലത്ത് കുത്തുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നു. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്നതാണ്. നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വെള്ളമുണ്ട് കിണറ്റിൽ. ചില കുട്ടികളോട് ഞാൻ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ മക്കളെ വെള്ളം ഇടുന്ന നല്ലതാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു ടാപ്പിൽ നിന്ന് കിട്ടുന്നു, മറ്റൊരാൾ പറഞ്ഞു ടാങ്കിൽ നിന്ന് കിട്ടുന്നു, വേറൊരാൾ പറഞ്ഞു കിണറ്റിലുണ്ട്, ഒരാൾ പുഴയിലുണ്ട്, ഒരാൾ കുളത്തിലുണ്ട്, അങ്ങനെ പലതും പറയും. അപ്പൊ കുട്ടികളുടെ ധാരണയിൽ ഈ വെള്ളം കിട്ടുന്നത് ടാപ്പിൽ നിന്ന്. ടാപ്പിലെ വെള്ളം ഉച്ചയ്ക്ക് നമുക്കൊന്ന് കുളിക്കണം തോന്നി, നമ്മുടെ ടാപ്പിലെ ടാങ്കിലടിച്ച് വെള്ളത്തിൽ കുളിച്ചാലുള്ള അവസ്ഥയും കിണറ്റിൽ നിന്ന് കോരി കുളിച്ചാലുള്ള അവസ്ഥയൊന്നും മനസ്സിലാക്കിയോ? നമ്മൾ എന്ത് ഫാൻ ഇട്ടിട്ടും എന്ത് എ സി ഇട്ടിട്ടും കാര്യമില്ല. നമ്മൾ രാവിലെ ഒരു 4 മണിക്കോ 5 മണിക്കോ ഈവൻ 6 മണിക്ക് മുമ്പെങ്കിലും ഉച്ചത്തേക്ക് ഇറങ്ങി നിന്ന് നോക്കുക. ഈ തരത്തിൽ പോസിറ്റീവ് എനർജിയുടെ അന്തരീക്ഷമാണ് ക്ഷേത്രത്തിലുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമുക്ക് ഹിതകരമാണ്, സമൂഹത്തിന് ഹിതകരമാണ്. അവിടെ ജാതി മതമൊന്നുമില്ല. ഒരു നല്ല ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ സമൂഹം മുഴുവൻ അനുഭവിക്കും. നമുക്ക് മതമില്ലല്ലോ, ഭാരതീയർക്ക് മതമില്ല. ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരു മതമേ അല്ല എന്ന് സുപ്രീം കോടതി തന്നെ ആവർത്തിച്ചു പറഞ്ഞു. ഒരു ഗ്രന്ഥങ്ങളിലും മതപരമായ യാതൊരു ചിട്ടകളുമില്ല. മനുഷ്യർക്ക് മാത്രമല്ല, ലോകത്തിലെ സകല ജീവികൾക്കും സ്വസ്ഥമായി ജീവിക്കാനുള്ള ആചാരങ്ങൾ മാത്രമേ ഹിന്ദുവിനുള്ളൂ. വേദങ്ങളില് വേദാന്തങ്ങളായിട്ട് നമ്മൾ ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്ന് പറയുന്ന 6 കാര്യങ്ങളുണ്ട്. ഇതില് കൽപ്പങ്ങളിലാണ് നമ്മുടെ ആചാരങ്ങളൊക്കെ വരുന്നത്. കൽപ്പസൂത്രങ്ങളില് ഗൃഹ്യസൂത്രങ്ങളായിട്ടും പിതൃമേധാ സൂത്രങ്ങളായിട്ടും കിടക്കുന്ന 2 ഭാഗങ്ങളില് ഒന്ന് പഠിച്ചാൽ അറിയാം ഇത് ലോകത്തിന് ഹിതകരമാണ്. അപ്പൊ പിതൃമേധാ സൂത്രങ്ങളുടെ ഭാഗത്താണ് മരണാനന്തര കർമ്മങ്ങളും
പുനർജന്മങ്ങളെ കുറിച്ചും പൂർവ്വജന്മങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നാട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ ആളാണെങ്കിൽ 18-20 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ നിശ്ചയമായിട്ടും അയാളെ അഗ്നിശുദ്ധി വരുത്തണം. അത് എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ സജയന കർമ്മം എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ ഭസ്മവും അസ്ഥിയും ഒക്കെ എടുത്തിട്ട് നാടകങ്ങളിൽ നിബന്ധനം ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പുതിയ സ്ഥലങ്ങളായിട്ട് കണ്ട പുതുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കുക. ഇത് അന്ധവിശ്വാസമായിരുന്നു എന്നാണ് കുറഞ്ഞ കാലം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ മനസ്സിലായി, രണ്ട് പ്രളയമൊക്കെ വന്നപ്പോൾ കേരളീയർക്ക് മനസ്സിലായി കുടിച്ചിടുന്നതിനേക്കാളും പെട്ടിയിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യാൻ. പ്രളയം ഇനിയുണ്ട്. നമ്മുടെ മനുഷ്യരുടെ ചിന്ത പോയത് എങ്ങോട്ടാണെന്നറിയാം. ഈ നാട്ടിൽ ഒരു ജീവി മരിച്ചാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ ആ ശവശരീരം അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ കിണർ കുത്താനോ വീട് വെക്കാനോ അടുപ്പ് വെക്കാനോ കൃഷി വെക്കാനോ പറ്റില്ല. ഇനിയും തലമുറകൾ വരാനുണ്ട്. അവരിവിടെ സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ ഇതിനൊരു സംസ്കാരം വേണം. അതാണ് സംസ്കാരം. അന്ത്യഷ്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, മാമ മരിച്ചു, 16 ദിവസം വീട്ടിലിരിക്കണം. അത് പണിയില്ലേ? മഹാരോഗം ലോകം മുഴുവൻ വ്യാപിച്ച എന്ന് പറയാൻ തുടങ്ങി. പുല എന്ന് പറഞ്ഞില്ല, ക്വാറന്റൈൻ എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസമുണ്ട്. 15 ദിവസം വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. ഒരു ദിവസം കുറച്ചാണെന്ന് പറഞ്ഞു. നമ്മൾ വീട്ടിലിരുന്ന് ആദ്യം പുറത്തേ വരേണ്ട. ഇത് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഭാരതം പറഞ്ഞു, നമ്മുടെ സംസ്കാരത്തിൽ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ മരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് അസുഖം വന്ന് മരിച്ചു എന്ന് പോലും നമുക്കറിയില്ല. അന്നത്രേ സാധ്യതകളുള്ളൂ സാധാരണക്കാരെ സംബന്ധിച്ച്. ഇന്ന് ആശുപത്രികളും കാര്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ല. അസുഖം കണ്ടുപിടിക്കാൻ 4 ആശുപത്രിയിലും 15 ആശുപത്രിയിലൊക്കെ കയറുമ്പോഴത്തേക്ക് ആളുകൾ കാറ്റ് പോകുന്നതാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത്. പല മരുന്നും പരീക്ഷിച്ച് നോക്കുകയാണ്. ഇന്നും പരീക്ഷാ പന്തികളാണ് മനുഷ്യർ. ആണോ എന്നറിയണമെങ്കിൽ കുറച്ചു കാലം മുമ്പ് ഈ പള്ളിപ്പടി ഈ പ്രദേശത്ത് ഒരു 20 കൊല്ലം മുമ്പ് 2 ഹോസ്പിറ്റലുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ഹോസ്പിറ്റലുകൾ നോക്കിയാൽ മതി. 20 കൊല്ലം മുമ്പ് ഒരു 4 മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ മെഡിക്കൽ ഷോപ്പ് ഉള്ളത് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ മനസ്സിലാകും നമുക്ക് ആരോഗ്യം നന്നായതാണോ അല്ലെങ്കിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണോ. 3 വർഷം മുമ്പാണ് 505 ഗുളികകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അതിനു മുമ്പ് 10-50 വർഷമായിട്ട് നമ്മൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. 3 കൊല്ലം മുമ്പാണ് പറഞ്ഞത് തിന്നാനേ പറ്റില്ല. ഇന്ന് നമ്മൾ കഴിക്കുന്ന പല മരുന്നുകളും കഴിച്ചോളൂ. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് നമുക്ക് മുതിർന്ന ആളുകൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, തലവേദനയ്ക്കും പനിക്കും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ചില ടാബ്ലറ്റ്സ് ഉണ്ടായിരുന്നു അല്ലേ? എനാസിനും ആസ്പ്രോയും സൈഡോ എന്നൊക്കെ പറഞ്ഞു. എവിടെ പോയൊക്കെ വേഷം മാറി വന്നിരിക്കുകയാണ്. പേര് മാറ്റി മാത്രമേ ഉള്ളൂ. പേടിക്കണ്ട, ഇത് ഈ വ്യക്തി തന്നെയാണ് നിന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ അസുഖം മാറുന്നില്ല. അസുഖം മാറില്ല. പ്രകൃതിയുടെ ഒരു വരദാനം എന്ന് പറയാവുന്നതാണ് രോഗവും മരണവും. ഇത് സംശയം വിചാരിക്കും. മരണവും രോഗവും ഇല്ലെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ ഭയങ്കര ധൈര്യമാവും. ഈ സ്വാഭാവികമായിട്ടുള്ള മരണത്തിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ വൃദ്ധതയിലേക്ക് മാറുന്നത്. ആ ബാലൻ അല്ലെങ്കിൽ ശിശു, ബാല, തരുണ, യുവത എന്നൊക്കെ പറഞ്ഞ് വൃദ്ധത്വത്തിലേക്ക് മാറിയെത്തുന്നത് കാലങ്ങളിലൂടെ മാറ്റങ്ങൾ തന്നെയാണ്. പ്രകൃതിയിലെ സകലത്തിനൊന്നും സംഭവിക്കുന്നുണ്ട്, മനുഷ്യന് മാത്രമല്ല. ഇങ്ങനെയില്ലായിരുന്നെങ്കിൽ, മരണമില്ലായിരുന്നെങ്കിൽ, തീരെ രോഗമില്ലായിരുന്നെങ്കിൽ നമ്മൾ എത്ര ദുഷ്ടന്മാരായി മാറുമായിരുന്നു. ഇപ്പൊ പലപ്പോഴും അസുഖം വരുമ്പോഴാണ് ചിലർക്ക് ധാർമ്മിക ബോധം ഉണ്ടാവുന്നത്. നടക്കാൻ പറ്റാതെ ആകുമ്പോഴാണ് ഇങ്ങനെ മക്കളെയൊക്കെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നത്. അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചോളുന്നില്ല. ഇപ്പം കണ്ടില്ലേ, ഒരമ്മയാണ് 2 പെൺകൊച്ചിനോട് തീ കൊടുത്തിട്ട് ചത്തു കിടന്നത്. മക്കൾ മരിച്ചില്ല. വേറെ ഒരു കുടുംബം 5 എണ്ണം ഒന്നിച്ച് ചത്തു. ദിവസവും കൊന്നുകൊണ്ടിരിക്കുന്നു. കൂടെ പഠിച്ചവനെ, കൂടെ ഉറങ്ങിയവനെ, കൂടെ ഉള്ളവനെ തല്ലി ശരിയാക്കിയിട്ട് കെട്ടിത്തൂക്കിയതാണോ സ്വയം തൂങ്ങിയതാണോ എന്നറിയില്ല. എന്തിനു വേണ്ടിയാണ് ആലോചിക്കുന്നത്? ഇവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ മൂല്യബോധമാണ്. ഞാൻ എന്താണ് എന്ന ബോധം ഇന്ന് യുവാക്കന്മാർക്കില്ല. അവിടെയാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ കൂടെ ഇപ്പം യുവത ഇതിലില്ലാന്ന് പറഞ്ഞു. അപ്പുറത്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 18 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കന്മാർക്ക് ഒരു മൂല്യബോധവും ഒരിടത്തു നിന്നുമില്ല. ഇതിന് കേന്ദ്രം സത്യത്തിൽ ക്ഷേത്രമാവണ്ടേ, വീടാവണ്ടേ.
വീട്ടിൽ ചെറിയ കുട്ടികൾ പോലും നാമം ജപിക്കുന്നില്ല. നാമം ജപിച്ചാൽ എന്ത് കിട്ടുമല്ലേ? അമ്മേ ചോദിച്ചില്ലേ? മതപരിവർത്തനത്തിൽപ്പെട്ടു പോയ ഒരു പെൺകുട്ടി അമ്മയോട് ചോദിച്ചു, വൈക്കത്തപ്പൻ നമുക്ക് എന്ത് തന്നു? അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ, അച്ഛനും പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞൂടാ. നിങ്ങൾ എന്തിനു നാമം ജപിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ക്ഷേത്രം പുലരണം. രാമനാമം ജപിച്ച് കാട്ടാളൻ മഹാകവിയായി, ആദികവിയായി, വാൽമീകിയായി നാഗരത്നത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശാസ്ത്രം പറയാൻ നമുക്ക് പറ്റും. ലോകത്തിനെ വെല്ലുവിളിച്ചോളൂ, യുവാക്കന്മാരെ വെല്ലുവിളിച്ചോളൂ. നമ്മുടെ വീട്ടിൽ, കൂട്ടിൽ, നാട്ടിൽ, കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് ഭാഷണ വൈകല്യം ഉണ്ടെങ്കിൽ, സ്പീച്ച് പ്രോബ്ലം, ഭാഷണ വൈകല്യം ഉണ്ടെങ്കിൽ ആ കുട്ടിയെ ദിവസം ഇരുത്തിയിട്ട് രാമ 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 ജപിക്കും. ഒരു 3 വർഷം കൂടിയാൽ അത്രയും വേണ്ടിവരില്ല. രാമ രാമ രാമനാമം മാത്രം ജപിച്ചാൽ സ്റ്റട്ടറിങ്ങും സ്റ്റാമറിങ്ങും പോകും. ഒരു സംശയവും. ഇത് സപ്തർഷികൾ വളരെ മനോഹരമായിട്ട് കാട്ടാളനിൽ അപ്ലൈ ചെയ്ത സാധനമാണ്. സപ്തർഷികളെയും ഭഗവാൻ കൃഷ്ണനെയൊക്കെയാണ് ഞാൻ പറയാ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സൈക്കോളജിസ്റ്റ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്രജ്ഞന്മാരായിരുന്നു. കാട്ടാളനെ മാറ്റാൻ പറ്റുന്നു. ഇവിടെ പോലീസുകാരനെ മാറ്റാൻ പറ്റാത്ത പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് എപ്പോഴും ഇങ്ങനെ പ്രസ്താവന പറഞ്ഞുകൊണ്ടിരിക്കുക. പോലീസുകാരുടെ ഇടയിൽ റിട്ടയർഡായ ആളുകളൊക്കെ. ഞാൻ പോലീസ് പറഞ്ഞപ്പോൾ ഒരാൾ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പോലീസുകാരനാണ്. പോലീസുകാർക്ക് ട്രെയിനിങ് കൊടുക്കണം. എവിടെ വെച്ചാൽ കൊടുക്കുന്നത്? കൊരലിൽ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുക. വളർന്ന് അങ്ങ് പനയായി തീർന്നു. അവിടെ നമ്മൾ ഒരു ധർമ്മം പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസവും എവിടെയോ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, എക്സൈസിന്റെ കയ്യിൽപ്പെട്ടിട്ട് ഒരാൾ മരിച്ചതിനെ കുറിച്ച് ന്യൂസ് വന്നു. കഴിഞ്ഞ 2 ദിവസമായി. നമുക്ക് ഒരു മാനസിക അസ്വസ്ഥതയും ഇല്ല. പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടുമെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു പോകും, അനുഭവം അറിയാന്നുള്ളൂ. ഒരിക്കലും അന്ന് മോള് ചെറുതാണ്, സ്കൂളിനോ 10ലേക്ക് പഠിക്കുകയാണ്. രാത്രി ഞാൻ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ചെറിയൊക്കെ തുടങ്ങാൻ വേണ്ടി വെള്ളം കുടിക്കാനൊക്കെ വിചാരിച്ചപ്പോഴാണ് മോള് പറയുന്നത്, അന്നൊക്കെ രാത്രി ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുണ്ട്. മോള് പറഞ്ഞ അച്ഛാ വാട്സപ്പിൽ ഇത് വന്നിട്ട് ഒരാളെ കയ്യും കാലൊക്കെ കൂട്ടിക്കൊക്കെ അടിച്ചു കൊന്നു, എന്നിട്ട് അതൊക്കെ വീഡിയോ ആക്കിയിട്ട് സെൽഫി എടുത്തിട്ട് വാട്സപ്പിൽ വന്നിരിക്കും. എത്ര വർഷമായി എന്നറിയും. ഇതുവരെ തെളിവ് പറയാൻ ആളില്ല. കേരളത്തിലാണ് നടന്നത്, ഊരാണ്ടിന്നൊന്നുമല്ല. ഒക്കെ മൗനമാണ്. നമ്മുടെ ഈ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ വൈദ്യുതിയിൽ ആ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടിയെ തല്ലിക്കൊണ്ടുള്ള ഒരു സാംസ്കാരിക നായകന്മാരുണ്ടോ കേരളത്തിൽ? ഒരാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കേരളത്തിൽ? എപ്പോഴെങ്കിലും വലിയ മതവും ജാതിയും വർഗവും ഒക്കെ ആയിട്ട് നമ്മളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഈ ജനങ്ങളെ കുറിച്ചല്ല, മാനവികതയെ കുറിച്ച്, മനുഷ്യാവകാശത്തിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ട് ജയിലിൽ കിടക്കുന്നവനെ പുറത്തിറക്കണം എന്ന് പറയാണ്. ആ മനുഷ്യാവകാശ പ്രവർത്തകരിൽ ഒരാൾക്ക് പോലും ആവില്ല. അവിടെയാണ് നമ്മുടെ മൂല്യബോധം ഇരിക്കുന്നത്. മയക്കുമരുന്നും നിർബാധം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ ഇത് മാറ്റാൻ എന്തുണ്ട് നടപടി? എന്താ മരുന്നുള്ളത് മനുഷ്യന്റെ കയ്യിൽ? അതാണ് ആധ്യാത്മികത, അതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒന്നിച്ച് നാമം ജപിക്കുന്ന, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം, ഒന്നിച്ച് കഥകൾ പറയുന്ന സ്വഭാവം, പാട്ടുപാടി മക്കളെ ഉറക്കിയിരുന്ന അച്ഛനമ്മമാരുണ്ടായിരുന്നു. ആ അച്ഛനെയും അമ്മയും ഓർത്തിട്ട് സങ്കടപ്പെട്ട സന്യാസിമാരുടെ നാടാണ് കേരളം. ശങ്കരാചാര്യരൊക്കെ ആര്യാമ്മ മരിച്ച് കുറച്ചു കാലം കഴിഞ്ഞ സമയത്താണ് മാതൃവാചകം എഴുതിയത്. അമ്മ എത്ര കാലം എന്നെ താങ്ങി നടന്നു, എന്നെ പ്രസവിച്ചപ്പോഴുണ്ടായ വേദന ശൂലം കൊണ്ട് കുത്തുന്നതിനേക്കാൾ കഠോരമായിരുന്നു. എന്തിന്, എത്ര കാലമാണ് ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ കൂടെ എൻ്റെ മലമൂത്രാദികളിൽ അമ്മ കിടന്നുറങ്ങിയത്? എന്നെ ഗർഭം ധരിച്ച് നടന്നിരുന്ന കാലം പോലും ചിന്തിച്ചാൽ ഞാൻ എന്താണ് മറുപടി തരുന്നത് എന്ന് സങ്കടപ്പെടുന്ന സന്യാസിയുടെ നാടാണ് കേരളം. കാരണം ആ പാരമ്പര്യത്തിൽ പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, കാലടിയിൽ ജനിച്ചു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വെളിനാടാണ് ജനിച്ചത് അയാൾ. കാലടിയിലേക്ക് കൊണ്ടുവന്നത്. കാലടിയിൽ നിന്ന് ആരംഭിച്ച ശങ്കരന്റെ യാത്രയിൽ തൻ്റെ കാലിനടിയിൽ പറ്റിയ ഒരു തരി മണ്ണ് പോലും തൻ്റെതല്ല എന്ന് പഠിച്ച ഒരു മൂല്യം ശങ്കരനുണ്ട്.
ആ മൂല്യം എപ്പോഴാണ് എവിടെയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടത്? എഴുത്തച്ഛനെ പോലെ ആളുകൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടും നമുക്കാർക്കും നേരെ വെളുത്തില്ല. എഴുത്തച്ഛൻ്റെ ഇവിടെ എടുത്താണോ സ്ഥലം? എഴുത്തച്ഛൻ്റെ പ്രതിമ എത്ര കാലം കാട്ടിൽ ചെടിയിൽ പുല്ലിൽ കിടന്നു? ഒരു സംസ്കാരിക നായന്മാരും ഉണ്ടായില്ല. എഴുത്തച്ഛൻ പുരസ്കാരം മേടിച്ചവര് 5 ഉണ്ട്. എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ മാത്രം, എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിൽ മാത്രം റിസർച്ച് നടത്തിയ PhD എടുത്ത 30-40 ആളുകൾ ഈ മലപ്പുറം ജില്ലയിൽ കിടക്കുന്ന കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് പുറത്തുപോയി. അധ്യാത്മരാമായണം കിളിപ്പാട്ടിൽ മാത്രം. ബാക്കിയുള്ള കൃതികളൊക്കെ പോട്ടെ, ഒക്കെ വിടുക, മഹാഭാരതം കിളിപ്പാട്ടൊക്കെ വിടുക. ആ എഴുത്തച്ഛനെ ഇവിടെയുള്ള ബുദ്ധിജീവികൾ ചോദിച്ചു, എഴുത്തച്ഛന്റെ അച്ഛനാരാ അമ്മയാരാ കുലവേതാന്ന് ചോദിച്ചു. നമുക്ക് ജാതി മതമില്ലല്ലോ. ശങ്കരന്റെ നിർമ്മാണ ശബ്ദം വായിച്ചറിയാം. എനിക്ക് അച്ഛനില്ല, എനിക്ക് അമ്മയില്ല, എനിക്ക് ഗുരുവില്ല, എനിക്ക് ശിഷ്യനില്ല, ഞാൻ പഞ്ചഭൂതങ്ങളിൽ ഒന്നുപ്പെടുന്നതല്ല, ഞാൻ ഈ ബുദ്ധിയല്ല, മനസ്സല്ല, അഹങ്കാരമല്ല, ചിത്തമല്ല എന്നൊക്കെ പറഞ്ഞ് പാടി നടന്ന ശങ്കരനെ പഠിച്ചാൽ അറിയാം എന്താണ് മാതൃത്വം, എന്താണ് തീർത്ഥം, എന്താണ് സംസ്കാരം, എന്തിനാണ് നാം അമ്മയെന്ന് വിളിക്കുന്നത്, എന്തിനാണ് നമ്മൾ അച്ഛാന്ന് വിളിക്കുന്നത് എന്നൊക്കെ അതിനകത്ത് നിഹനിച്ചതാണ്. വെറും 6 ശ്ലോകങ്ങളേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുന്നു. കൂലിപോട്ടും ആ എഴുത്തച്ഛന്റെ തന്ത ആരാണ്? പച്ചമലയാളത്തിൽ തന്ത എന്ന വാക്ക് ശരി, അച്ഛൻ എന്ന് പറയുന്നത് പാലി ഭാഷയിലുള്ളതാണ് പദം. എഴുത്തച്ഛന്റെ തന്ത ആരാണെന്ന് ചോദിച്ചവരോട് ചോദിക്കാൻ അന്ന് ഒരു കവി ഉണ്ടായിരുന്നു, എൻ കക്കാട്, കോഴിക്കോട്. അവിടെ ഒരു ബാലുശ്ശേരിക്കാരൻ ഒരു കവിത എഴുതിയ ചെച്ചകളുടെ പാട്ടെന്ന് പറഞ്ഞു. ചെച്ചകളല്ലോ നീ ഞാൻ വലിയ പരദൂഷണ ലഹരിയിൽ നാണമുരിഞ്ഞ് കുടിച്ചു കുളിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിത. വേറെ ആരും പ്രതികരിച്ചില്ല. നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയോ എന്ന് കൃത്യമായിട്ട്, നിങ്ങൾ ആരാണ്, ഞാൻ ആരാണ്, നമ്മൾ എന്തിനാണ് എന്ന് തിരിച്ചറിയിക്കാനുള്ള മൂല്യബോധം നഷ്ടപ്പെട്ടു പോകുന്ന ചിന്തകന്മാരും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ആചാര്യന്മാരും ഉള്ള നാടായിട്ട് നമ്മുടെ നാട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മൂല്യം തിരിച്ചു കൊണ്ടുവരാൻ നമുക്കുള്ള കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങളാണ്. ക്ഷേത്ര കേന്ദ്രിതമായിട്ട് മഹദ്ഗ്രന്ഥങ്ങളിലൂടെ, മഹാന്മാരുടെ ചരിതങ്ങളിലൂടെ നമ്മുടെ പൈതൃകത്തെ തിരിച്ചറിയാൻ സാധിക്കണം വരുന്ന തലമുറ. അതിനുള്ള നിലയൊരുക്കം നമ്മളിലൂടെ വരും കാലങ്ങളിൽ അതിവേഗത്തിൽ നടക്കണം. അതിവേഗത്തിൽ എന്ന് പറയാൻ കാരണം ഈ പറയുന്ന ഞാനും നിങ്ങളുമെല്ലാം വൃദ്ധത്തിലേക്ക് എത്തുകയാണ് അല്ലേ? വൃദ്ധസ്ഥാപന ചിന്താസക്ത എന്ന് പറയുന്ന സംഗതി. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നവരായിരിക്കണം, ചിന്താസക്തരാൻ. ആ ചിന്തയെ ധനാത്മകമാക്കി മാറ്റിയിട്ട് വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിന്തകളായിട്ടുണ്ട്. പരബ്രഹ്മത്തെ കുറിച്ച് ചിന്തിക്കാൻ നമ്മളായിട്ടില്ല. കോപിയ സക്തത, ബ്രഹ്മണി കോപിയ സക്തത എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ പരബ്രഹ്മ ചിന്തയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ സാധിക്കണം. ഇത് ഒരു ഗ്രാമത്തിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, അതാണ് രണ്ടാമത്തെ ഭാഗം വരുന്നത്. ഗ്രാമത്തിലേക്ക് വരുമ്പോൾ ഗ്രാമസങ്കല്പം, ഒരു ഗ്രാമം എന്ന് പറയുന്നത് എപ്പോഴും സ്വച്ഛവും സ്വതന്ത്രവും സ്വയം താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ട്, ആ ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുമ്പോഴും രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കുന്നതായിരിക്കും. സുഭാഷിതത്തിൽ പറയാറുണ്ട്, ത്യജേ ദേഹം കുലസ്യാത്തെ ഗ്രാമസ്യാത്തെ ത്യജേ കുലം, ഗ്രാമം ജനപദസ്യാത്തെ ആത്മാത്തെ ത്യജേ. ത്യജേ കുലം, ത്യജേ ദേഹം കുലസ്യാത്തെ. ഈ ശരീരം കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ലേ ശരീരം. ഇതം മമ എന്നുള്ളതിൽ നിന്നാണല്ലോ നമസ്തേയം. എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, കുടുംബത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ച് കുടുംബത്തിന് വേണ്ടി ചെയ്യും. വിജയദേഹം കുലസ്യാർത്ഥി ഗ്രാമസ്യാർത്ഥി വിജയകുലം. ആ ഗ്രാമത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിനെ നമ്മൾ സമർപ്പിക്കണം. നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത് ഗ്രാമം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമം ജനപദസ്യാർത്ഥി, ആ ഗ്രാമം നിൽക്കുന്നത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്, ജനപദത്തിന് വേണ്ടിയിട്ടാണ്, ജനസമൂഹത്തിന് നന്നായിട്ടായിരിക്കണം. ആത്മാർത്ഥയും ഈ ഭൂമി തന്നെ നിലനിൽക്കുന്നതും ത്യജിക്കപ്പെടേണ്ടുന്നതും ആത്മൻ നിലനിൽക്കാനാണ്, ഈശ്വരീയമായ നന്മ നിലനിൽക്കാനാണ്. ആ നന്മയെയാണ് ധർമ്മം എന്ന് പറഞ്ഞത്. ആ ധർമ്മത്തിലൂടെ അർത്ഥത്തെയും
ആ ധർമ്മത്തിലൂടെ നേടിയ അർത്ഥത്തിലൂടെ മാത്രം കാമങ്ങൾ, അതായത് ആഗ്രഹങ്ങൾ നേടിയാൽ നമുക്ക് എത്താവുന്നതിനെ നമ്മുടെ മാനസികമായ സ്വസ്ഥതയാണ് മോക്ഷം എന്ന് പറയുന്നത്. മമ ഇച്ഛാ മോക്ഷം. ഇന്ന് ഭാരതീയർക്ക് മോക്ഷ ചിന്ത മറന്നു, സ്വർഗവും നരകവുമാണ്. ഭാരതത്തിന്റെ തത്വചിന്തയിൽ സ്വർഗവും നരകവും ഇല്ല. സെമിറ്റിക് മതങ്ങളിലാണ് സ്വർഗവും നരകവും ഉള്ളത്. അവരോട് ചോദിക്കുക, നരകത്തെ കുറിച്ച് സ്വർഗത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നെന്ന് ചോദിച്ചു. അങ്ങനെ സംഭവമില്ല. നമ്മുടെ ഈ ജീവിതം മനുഷ്യ ജീവിതമായിട്ട് 84 ലക്ഷം ജന്മാന്തരങ്ങളിലൂടെ ജീവിവർഗങ്ങളായിട്ട്, ജീവികളായിട്ടുള്ള പല ജീവിവർഗങ്ങളിൽ പലതായിട്ട്, അപ്പം കോടാനുകോടി ജന്മങ്ങൾ ഉണ്ടാവാം. ആ 84 ലക്ഷം ജന്മാന്തരങ്ങളിലൂടെ ജീവിവർഗങ്ങളിലൂടെ പുനർജനിച്ച് കർമ്മഫലമായിട്ട് നാം ഇന്ന് മനുഷ്യരായി തീരുന്നുവെന്നാണ്. മൂല്യത്തോടുകൂടി ജീവിക്കുമ്പോൾ അതിന്റെ ആകത്തുകയായിട്ടാണ് മനുഷ്യനായി തീരുന്നതെന്നാണ്. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിൽ പലതരത്തിലുള്ള മൂല്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, ധർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനുഷ്യരായി തീർന്നതിൽ നിന്ന് നാം തിരിച്ചറിയുക, ഇനിയും മൂല്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് മോക്ഷം നേടുന്നത്, ബ്രഹ്മത്തിൽ ലഭിക്കുന്നത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സംശയങ്ങൾ ധാരാളം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമുക്കുണ്ടാവണമെന്നില്ല, പ്രൗഢകൾക്ക് പലരും വായിച്ച് പഠിച്ചിട്ടുള്ളവരും ചിന്തിച്ചവരും പറഞ്ഞവരും അറിയുന്നവരും അറിയിക്കുന്നവരും ഒക്കെ ആയിരിക്കും. പക്ഷെ യുവാക്കന്മാർക്ക് ഈ സത്യം അറിഞ്ഞുകൂടാ, കുട്ടികൾക്ക് ഈ സത്യം അറിഞ്ഞുകൂടാ. ബാലന്മാരെ അറിയിക്കണം, മനുഷ്യജന്മത്തിന്റെ രഹസ്യം അറിയണം. ആ രഹസ്യം അറിഞ്ഞാൽ മാത്രമേ അടുത്ത ജന്മത്തിലേക്ക് കടക്കാതെ ഇനിയും ജീവിവർഗങ്ങളായിട്ട് ഈ സംസാര സാഗരത്തിൽ മുങ്ങിയും പൊങ്ങിയും കഴിയാതെ മോക്ഷത്തിലേക്ക്, ഈശ്വരീയ പൂർണ്ണതയിലേക്ക് ലയിക്കാനുള്ള നന്മയുടെ ഒരു ഉടലെടുത്ത രൂപമാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ എന്ന തിരിച്ചറിവുള്ള. അങ്ങനെ ഗ്രാമത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നവരായിട്ട് സമൂഹത്തെ കൊണ്ടുവരാനാണ് നമ്മളുടെ അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ തന്നെ കാര്യകർത്താക്കളായിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ താലൂക്കുകളിൽ, ജില്ലയിൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാവും. ആ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുകയാണ്, സമൂഹത്തെ സംരക്ഷിക്കുകയാണ്. സമൂഹത്തിന് ഹിതകരമാവുന്നത് മാത്രം ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളിൽ നിൽക്കുകയും മറ്റുള്ളത് വിഭജിക്കുകയും ചെയ്യണം, ഇല്ലാതാക്കുകയും ചെയ്യണം എന്നുള്ളത്. വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. വിളി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, മതപാഠശാലകൾ ഉണ്ടാവണം, സത്സംഘങ്ങൾ ഉണ്ടാവണം, സംശയ നിവാരണികൾ നടക്കണം, ചർച്ചകൾ നടക്കണം. ഏകപക്ഷീയമായ ഒരു പ്രഭാഷണം മാത്രമായിട്ട് അധപ്പതിച്ചിട്ടുണ്ട്. ഇങ്ങനെയല്ല വേണ്ടത്. നമുക്ക് സത്യത്തിൽ ചർച്ചകളിലൂടെ ജന്മത്തെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തെക്കുറിച്ച്, മൂല്യങ്ങളിൽ ഉള്ള സങ്കല്പങ്ങളെക്കുറിച്ച്, ഭാരതത്തിൻ്റെ ആ ദർശനത്തെക്കുറിച്ച്, ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എങ്ങനെ ഇതിഹാസങ്ങളിലൂടെ അതിൻ്റെ പഠനത്തിലൂടെ പ്രാവർത്തികമാകുന്നു, ഉപദേശത്തിലൂടെ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു, മഹാമനീഷികൾ എങ്ങനെ ജീവിച്ചു, അവരുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത്, ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും യുവാക്കന്മാരൊക്കെ അവരുടെ ടീഷർട്ടിലൊക്കെ ചില മഹാന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ ചിത്രമൊക്കെ ധരിച്ചു പോകുന്നതാണ്. ചില കൊടികളിലുമൊക്കെ കാണാം അവരുടെ ഒരു ചിത്രം. ഞാൻ പറയും, മക്കളെ നിങ്ങൾ ധരിച്ചോളൂ ടീഷർട്ട്, പക്ഷെ അയാളെ കുറിച്ചൊന്ന് പഠിച്ചാൽ നിങ്ങൾ ഈ ടീഷർട്ട് ധരിക്കില്ലെങ്കിൽ. നിങ്ങൾക്ക് വ്യാസനെ ധരിക്കാം, ഈ ഭരണകർത്താക്കളായിരുന്ന ആളുകളെ ധരിക്കാം, അബ്ദുൽ കലാമിനെ ധരിക്കാം, ഒരു നല്ല ശാസ്ത്രജ്ഞനായിരുന്നല്ലോ, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ടീഷർട്ട് ധരിക്കാം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ടീഷർട്ട് ധരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്മാരുടെ ടീഷർട്ട് ധരിക്കാം. ധരിക്കുന്നതിന് മുൻപ് അവരെ കുറിച്ച് പഠിക്കാനുള്ളൊരു അവസരം കൊടുത്താൽ ചെറുവരയെ ധരിക്കണമോ, പ്രധാനമന്ത്രിയെ ധരിക്കണമോ, മുഖ്യമന്ത്രിയെ ധരിക്കണമോ, അമ്മയെ പൂജിക്കണമോ, അച്ഛനെ പ്രാർത്ഥിക്കണമോ, നമ്മുടെ പിതാമഹന്മാരെ കുറിച്ച് പഠിക്കണമോ എന്ന് അവർ തീരുമാനിക്കും. അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ കോടികൾ ചെലവഴിച്ച് ആവർത്തിച്ച് പറയുകയാണ്, ആനയെഴുന്നള്ളത്തും ആന ഓട്ടവും കരിമരുന്നുകളും നിർത്താൻ എത്രയോ സമയം കഴിഞ്ഞിരിക്കും, നിർത്താനായിരിക്കും. ഇത് തട്ടിപ്പ് നടത്താനും വ്യവസായം നടത്താനും വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളെ ഉപയോഗിക്കുന്ന ഒരു പദ്ധതിയാണ്
അത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, സേവനത്തിലേക്ക് ഇറങ്ങുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്